ഈ വീഡിയോയിൽ കൈനമാറ്റിക്സിലെ വേറൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനും ഈ റോഡോബിളുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ഫ്രം എ പോയിന്റ് എ located on a highway, one has to get by a car as soon as possible to point B. അതായത് ഇനിഷ്യലി എന്താ ഒരു കാറ് എ എന്ന് പറഞ്ഞ പോയിന്റിലുണ്ട്, അതിനെന്താണ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തണം. ഇവിടെ ഈ ഒരു ഡയറക്ഷനിലെ ഈ ഒരു പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ ആണ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ എന്ന് മാറിയിട്ടുള്ള ഒരു പാത്താണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിലെ കാരണം എന്താണ് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തണം. വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഫീൽഡ് അറ്റ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എൽ ഫ്രം ദി ഹൈവേ. അതായത് ഈ ഹൈവേന് എൽ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫീൽഡിൽ ഒരു പോയിന്റിലാണ് എന്ത് ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. It is known that the car move in the field mu times slower than the highway. That it is known that the car move in the field mu times slower than on the highway. That is, the speed in the field is v by mu, where v is the speed on the highway. അതായത് ഹൈവേ കൂടിയ ആ കാറിന് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ഫീൽഡ് കൂടിയ ഇയാൾക്ക് എന്ത് കാറിന് എന്ത് എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യാൻ പറ്റുക, വി ഡിവൈഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞ സ്പീഡിൽ എന്താകാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. അതായത് ഹൈവേ കൂടി പോണ സ്പീഡിൽ എന്താകാൻ പറ്റില്ല, ഈ ഫീൽഡിൽ കൂടി എന്താകാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. എന്നിട്ട് ചോദിച്ചു ദാറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ഡി, അതായത് ദ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ബി ടു ദി ഹൈവേ. അതായത് ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണല്ലോ. അതായത് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദി ഡി ഷുഡ് ദി കാർ ലീവ് ദ ഹൈവേ ടു മിനിമൈസ് ദ ട്രാവൽ ടൈം എന്നാണ് ചോദിച്ചത്. അതായത് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഹൈവേമ്മ കൂടിയ വി സ്പീഡിൽ എന്താക്കാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഹൈവേന്ന് മാറിയിട്ട് ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഫീൽഡിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ സ്പീഡ് എന്താക്കാൻ പറ്റില്ല, അത്രയും ഹൈവേമ്മ കൂടി പോയ സ്പീഡിൽ പോകാൻ പറ്റില്ല. നേരെ മറിച്ച് വി ഡിവൈഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇയാൾക്ക് എന്താണോ എന്ന് ബിയിലേക്ക് എന്താണോ ഷോർട്ടസ്റ്റ് ടൈമിലെത്തണം. അപ്പം ഷോർട്ടസ്റ്റ് പാത്ത് ആക്ച്വലി ഇവിടെ എന്താ വരിക, ഈ പാത്താണ് ഷോർട്ടസ്റ്റ് പാത്ത് വരിക. പക്ഷേ ഈ പാത്ത് കൂടി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് എന്താണ് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യണം. അതായത് നമുക്ക് വി എന്ന് പറഞ്ഞ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റില്ല, ഈ കംപ്ലീറ്റ് പാത്തും വി ബൈ മ്യൂ എന്ന് പറഞ്ഞ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് സ്പീഡിലാണ് മൂവ് ചെയ്യാൻ പറ്റുക. അപ്പം എന്താവും, ടൈം ചിലപ്പം കൂടുതലെടുക്കും. ഡിസ്റ്റൻസ് കുറവാണെങ്കിലും ചിലപ്പം ടൈം കൂടുതലെടുക്കാം. ഇനി നേരെ മറിച്ച് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് നമുക്ക് വി സ്പീഡിൽ മൂവ് ചെയ്യാം, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വി ബൈ മ്യൂ സ്പീഡ് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് മാക്സിമം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യേണ്ടി വരിക. അപ്പം എന്താക്കുക, ടൈം കൂടുതലെടുക്കാം. അപ്പോൾ ഒരു ഓപ്റ്റിമം ടൈമിൽ, അതായത് മിനിമം ടൈമിൽ മൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് ഹൈവേമ കൂടി പോയിട്ട് ഏതോ ഒരു പോയിന്റ് എന്താകണം, പിന്നെ അങ്ങോട്ട് എന്താകണം, ഫീൽഡ് കൂടി മൂവ് ചെയ്യണം. അപ്പം ആ പോയിന്റാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഈ ടേൺ ചെയ്യുന്ന പോയിന്റ്, സപ്പോസ് ഈ ഒരു പോയിന്റിൽ നിന്ന് ടേൺ ചെയ്യാന്ന് വിചാരിച്ചോ. ഇവിടെ നമുക്ക് ജസ്റ്റ് എന്താക്കാം, ഈ എന്ന് പറഞ്ഞ പോയിന്റോട് ഈ എന്ന് പറഞ്ഞ ഇത് കൊടുക്കാം. എന്നിട്ട് ചോദിച്ചതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഈ എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇനി എ ടു ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ജസ്റ്റ് ഡി എന്ന് കൊടുക്കാം. അപ്പം ഇവിടെ എന്താക്കണം, അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് അല്ല ഈ കാർ മൂവ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന് എന്താക്കാം ബിയിലേക്ക് എത്തും. അതായത് എ എന്ന് ബിയിലേക്ക് എ എന്ന് ഇ വരെ ഹൈവേ കൂടി പോകും, ഇ എന്ന് ബിയിലേക്ക് എന്താകും ഫീൽഡ് കൂടി മൂവ് ചെയ്യും. അപ്പം എ എന്ന് ഇയിലേക്ക് പോകാനുള്ള ടൈം ജസ്റ്റ് T1 കൊടുക്കുന്നത്, ഇ എന്ന് ബിയിലേക്കുള്ള T2 കൊടുത്ത്. അപ്പോൾ ടോട്ടൽ ടൈം എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് ഇവിടം വരെ മൂവ് ചെയ്യാനുള്ള ടൈം T1, ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടൈം T2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം എന്താ വരിക, T=T1 + T2 എന്ന് വരും. ഇനി T1 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഹൈവേമ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. T1 ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഹൈവേമ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വി എന്ന് പറഞ്ഞ സ്പീഡിൽ മൂവ് ചെയ്യുക. ഇനി ഈ ഡിസ്റ്റൻസ് എന്താ വരിക, ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഡി വരെ ഡി ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താ വരും, D-X വരും. അതായത് ഇത്രയും ഡിസ്റ്റൻസ് എന്താ വരിക, D-X ഡിസ്റ്റൻസ് വരും. അതിനടുത്ത ടൈം T1 ടൈമാണ്. അപ്പം T1 നമുക്ക് എന്ത് കൊടുക്കുക,
ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി. ആ ഡിസ്റ്റൻസ് പറഞ്ഞാൽ d-x ഡിസ്റ്റൻസ് ആണ്. വെലോസിറ്റി എന്താ, ഹൈവേ കൂടെ കൊണ്ട് ജസ്റ്റ് v ആണ്. പ്ലസ് T2 എന്താ വരിക, T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ആ ടൈം എടുത്ത ടൈം T2 ആണ്. അപ്പം സോറി, ഈ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ ഫീൽഡ് കൂടിയുള്ള വെലോസിറ്റി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താ വരിക, ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താ വരിക, ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ √L² പ്ലസ് x² വരും. അതായത് ഇവിടെ എക്സ് ആണ്, ഇവിടെ എന്താണ് എൽ ആണ്. അപ്പം ഈ ഡിസ്റ്റൻസ് എന്താ വരിക, √L² പ്ലസ് x² വരും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് √L² പ്ലസ് x². അങ്ങനെയാണെങ്കിൽ നമ്മൾ T2 എന്ത് കൊടുക്കാം, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ √L² പ്ലസ് x² ഡിവൈഡ് ബൈ വെലോസിറ്റി എന്താ, ഫീൽഡ് കൂടെ കൊണ്ട് v ഡിവൈഡ് ബൈ മ്യൂ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ടൈം കിട്ടി. നമുക്ക് വേണ്ടി എന്താ, മിനിമം ടൈമാണ്. അതായത് ഇവിടെ എന്താണ്, ഈ എക്സിൻ്റെ, അതായത് ഇവിടെ നിന്നാണ് തിരിയുന്നതെങ്കിൽ ഒരു ടൈം കിട്ടും, ഇവിടെ നിന്നാണ് തിരിയുന്നതെങ്കിൽ ഒരു ടൈം കിട്ടും, ഇവിടെ നിന്നാണ് തിരിയുന്നതെങ്കിൽ ഒരു ടൈം കിട്ടും. അതായത് എവിടെ നിന്നാണോ പോയിന്റ് തിരിയുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് പോയിന്റ് മാറുന്നതിനനുസരിച്ച് ഇവിടെ വേരിയബിൾ മാറുന്നത്, എക്സ് ആണ് മാറുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം എന്താണ്, ഡി ഫിക്സ് ആണ്, വി ഫിക്സ് ആണ്, വി ബൈ മ്യൂ ഫിക്സ് ആണ്, എൽ എന്താണ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫിക്സ് ആണ്. പക്ഷെ ആകെ എക്സ് ആണ് ഇവിടെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതോ ഒരു എക്സിലാണ് നമുക്ക് മിനിമം ടൈം കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മാക്സിമം മിനിമം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അതായത് dt/dx = 0 എടുക്കുക. അതായത് ടൈമാണ് എന്ത്, എക്സിനനുസരിച്ച് മാറുന്നത്. നമുക്ക് ടൈം മിനിമം കിട്ടണം. മിനിമം കിട്ടണ ഏത് എക്സിലാണ് നോക്കണം. അപ്പോൾ dt/dx = 0 എടുക്കുക. അപ്പം dt/dx = 0 എടുക്കുമ്പോൾ എന്താ വരിക, ഇവിടെ നമുക്ക് ഈ ഒരു ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d/v മൈനസ് x/v ആണ്. അപ്പോൾ d/vനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ t കോൺസ്റ്റൻ്റ് ആണ്, v കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 0 വരും. മൈനസ് x/vനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് 1/v എന്ന് വരും. പ്ലസ് ഇനി ഈ ഒരു ടേമിൽ μ/v എന്താണ്, അടിയുള്ള v/μ മേലോട്ടുമ്പോൾ μ/v കോൺസ്റ്റൻ്റ് അങ്ങനെ തന്നെ എഴുതി. √L² പ്ലസ് x² ഡിഫറൻഷ്യൽ എന്താ വരിക, 1/2 ഇൻറ്റു √L² പ്ലസ് x² ഇൻറ്റു ഇനി ഉള്ളിലുള്ള ഡിഫറൻഷ്യൽ L² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, x² വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് വരും. അതായത് 1 ഇൻറ്റു 2x എന്ന് വരും. അപ്പം dt/dx = 0 വന്ന്. അപ്പോൾ ഇതെന്താ വരിക, അപ്പോൾ അതിന് അപ്പോൾ ഇത് നമുക്ക് എന്താക്കുക, 0നോട് ഇക്വേറ്റ് ചെയ്യാം. 0നോട് ഇക്വേറ്റ് ചെയ്ത് അപ്പോൾ എന്താ വരിക, ഈ മൈനസ് 1/v അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 1/v ആവും. അപ്പോൾ 1/v = μ/v ഇൻറ്റു 2x ഡിവൈഡ് ബൈ 2 ഇൻറ്റു √L² പ്ലസ് x² എന്ന് വരും. അപ്പോൾ ഇവിടെ ഈ 2ഉം ക്യാൻസൽ ആക്കുക, മൈനസ് 1/v അങ്ങോട്ട് പോയി, ഇപ്പോൾ പ്ലസ് 1/v ഇവിടെ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, അതായത് എന്താ വരിക, 1/v = μ/v ഇൻറ്റു x ഡിവൈഡഡ് ബൈ √L² പ്ലസ് x² എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വിയും ക്യാൻസൽ ആക്കാം. അപ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ √L² പ്ലസ് x² ഡിവൈഡഡ് ബൈ x = μ എന്ന് വരും. സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണല്ലോ നമ്മൾ കാണേണ്ടത്. അപ്പോൾ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക, L² പ്ലസ് x² ബൈ x² = μ² എന്ന് വരും. ഇതെന്താ വരിക, ഇവിടെ നമുക്ക് L² ബൈ x² പ്ലസ് 1 = μ² എന്ന് വരും. നമുക്ക് എക്സിനാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടും, ഇവിടുന്ന് L² ബൈ x² = μ² മൈനസ് 1 കിട്ടും. ഇവിടുന്ന് സോൾവ് ചെയ്യുമ്പോൾ x എന്താ വരിക, x = L ഡിവൈഡഡ് ബൈ √μ² മൈനസ് 1 വരും. അപ്പോൾ നമ്മളെ റിക്വയർഡ് ആൻസർ എന്താ വരിക, x = L ഡിവൈഡഡ് ബൈ √μ² മൈനസ് 1 വരും. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് എടുത്ത്, ആ എക്സിൻ്റെ വാല്യൂ L ഡിവൈഡ് ബൈ √μ² മൈനസ് 1 ആകുമ്പോൾ എന്താണ്, നമുക്ക് മിനിമം ടൈമിൽ എന്താക്കുക, എന്ന് ബിയിലെത്താന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് എന്താക്കുക,
ആ ഫിഗർ ഡ്രോ ചെയ്യുക, എന്താണ് നമ്മൾ കാണേണ്ടതെന്നുള്ളത് ഒരു ധാരണ ഉണ്ടാക്കുക. എന്നിട്ട് ജസ്റ്റ് എന്താക്കുക, സിമ്പിൾ കൈനമാറ്റിക്സ് ഇക്വേഷൻ എന്താക്കുക അപ്ലൈ ചെയ്യുക. അവിടുന്ന് ടൈം എന്താക്കുന്നത്, ഇവിടെ ടൈം എന്താ പറയുക, ഒരു ഫിക്സ്ഡ് വാല്യൂ അല്ല, എക്സിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എക്സ് മാറുമ്പോൾ ടൈം മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മിനിമം ടൈമാണ് ചോദിച്ചു, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സിനനുസരിച്ച്. അപ്പോൾ ആ കേസിൽ മിനിമം ടൈം പറഞ്ഞാൽ dt/dx = 0 എടുക്കാൻ വേണ്ടി മാക്സിമം മിനിമം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം, ഇതൊക്കെ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്ന് അറിയിക്കും.